ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഒരൊറ്റയാളുടെ രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാക്കാൻ നടത്തുന്ന ഹീനമായ കൂട്ടക്കൊല. ഗസയിൽ ഇപ്പോഴും തുടരുന്ന രക്തച്ചൊരിച്ചിലിനെ അങ്ങനെ വിശേഷിപ്പിക്കേണ്ടി വരും. യുദ്ധമുന്നണിയിലുള്ള സൈനികരെല്ലാം ഇനിയും പോരാടാൻ തങ്ങളെ കൊണ്ടാകില്ലെന്ന് വ്യക്തമാക്കി കഴിഞ്ഞതാണ്. തുടക്കമിട്ടത് റിസർവ് സൈനികരാണെങ്കിലും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൽ അതൊരു മാസ് ക്യാമ്പയിനായി രൂപപ്പെട്ടു കഴിഞ്ഞു. റിസർവ് സൈനികരെ തള്ളിക്കളഞ്ഞ നെതന്യാഹു സൈന്യത്തിൽ ഒരു പ്രതിസന്ധിയുമില്ലെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ ഗസയിൽ നിരപരാധികൾക്ക് മേൽ 15 മാസത്തോളം ബോംബും മിസൈലും വർഷിച്ചുകൊണ്ടിരിക്കുന്ന വ്യോമസേനയിലെ അംഗങ്ങൾ തന്നെ പിന്നാലെ രംഗത്തെത്തി. അതോടെ നെതന്യാഹുവിന് പിടിവിട്ടു. പുറത്താക്കൽ ഭീഷണിയുമായി സൈനികരെ പേടിപ്പിച്ച് പിന്തിരിപ്പിക്കാൻ നോക്കി. പക്ഷെ അവർ പിൻവാങ്ങിയില്ലെന്ന് മാത്രമല്ല, സൈന്യത്തിൽ കൂടുതൽ പൊട്ടിത്തെറിക്കാണ് അത് വഴിവെച്ചത്. ഇസ്രായേൽ എയർഫോഴ്സ് അംഗങ്ങളുടെ വഴിയെ നാവിക സൈനികരും എത്തി. അവർക്ക് പിന്നാലെ ഗസയിൽ കരയുദ്ധത്തിന് നേതൃത്വം നൽകുന്ന സൈനികരും, മുൻ സൈനികരും മുൻ സൈനിക മേധാവിയും വരെ. ഇസ്രായേലിന്റെ വാർ സ്ട്രാറ്റജി അമ്പേ പരാജയമാണെന്ന് വിളിച്ചു പറഞ്ഞു. ഇത്രയും കോടികൾ പൊട്ടിച്ച് ബന്ധുക്കളുടെ ജീവൻ ബലി കൊടുത്ത് സൈനികരുടെ ജീവൻ അപകടത്തിലാക്കി ആയിരക്കണക്കിന് നിരപരാധികളെ കൊല ചെയ്ത് നടക്കുന്ന യുദ്ധം ഒരൊറ്റയാളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് അവരെല്ലാം തുറന്നടിച്ചു. ഇപ്പോഴിതാ ഇസ്രായേൽ സൈനിക മേധാവി തന്നെ തോൽവി സമ്മതിച്ച് രംഗത്തെത്തിയിരിക്കുന്നു. കരസേനയിൽ കടുത്ത ആൾക്ഷാമമാണെന്നാണ് ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സമീർ തുറന്നു പറയുന്നത്. ഈ പ്രതിസന്ധി കാരണം ഗസയിൽ രാഷ്ട്രീയ നേതൃത്വം സ്വപ്നം കാണുന്നതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് IDF തലവൻ ഇസ്രായേൽ ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. യുദ്ധകാലത്ത് സൈന്യത്തെ നയിച്ച ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലവിയുടെ പകരക്കാരനായി ഇയാൾ അധികാരമേറ്റിട്ട് ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോഴാണ് ഭരണകൂടത്തിന് മുന്നിൽ തന്നെ അദ്ദേഹം സൈനിക ദൗർബല്യങ്ങൾ വിശദമായി വിവരിച്ചിരിക്കുന്നത്. ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിൽ സൈന്യത്തിന് സംഭവിച്ച വീഴ്ചയുടെ ഉത്തരവാദിത്തമേറ്റായിരുന്നു കഴിഞ്ഞ മാർച്ച് 6 ഹെർസി ഹാലവി സ്ഥാനമൊഴിഞ്ഞത്. നെതന്യാഹുവിനും ഇസ്രായേൽ മന്ത്രിസഭയ്ക്ക് മുൻപാകെയാണ് ഗസ യുദ്ധത്തിന് മുന്നിലുള്ള വെല്ലുവിളികൾ ഇയാൽ സമീർ വിവരിച്ചതെന്ന് ഇസ്രായേൽ മാധ്യമമായ യെദിയോത്ത് അക്രോനോത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. സൈന്യത്തെ മാത്രം ആശ്രയിച്ചുള്ള തന്ത്രങ്ങൾ കൊണ്ട് ഗസയിൽ രാജ്യത്തിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനാകില്ല. കൂടെ നയതന്ത്ര വഴികളിലൂടെയുള്ള ബദൽ മാർഗങ്ങളും നോക്കണം. പൂർണ്ണാർത്ഥത്തിൽ പ്രവർത്തനക്ഷമമല്ലാത്ത സൈന്യവും ഭരണകൂടത്തിന്റെ വിശാലമായ രാഷ്ട്രീയ താല്പര്യങ്ങളും തമ്മിലുള്ള അന്തരം കൂടിക്കൂടി വരികയാണ്. സൈന്യത്തിന്റെ എണ്ണം വെട്ടിക്കുറച്ച് പരിമിതമായ തോതിലുള്ള കരയുദ്ധമാണ് IDF ഇപ്പോൾ തുടരുന്നത്. ഒരു വശത്ത് ഗസ അതിർത്തിയോട് ചേർന്ന് ബഫർ സോൺ നീട്ടുകയും മറുവശത്ത് കൂടുതൽ ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസിൽ സമ്മർദ്ദം ചെലുത്തുകയുമാണ് വേണ്ടത്. അല്ലെങ്കിൽ വരാൻ പോകുന്ന വെടിനിർത്തൽ കരാറിൽ കൂടുതൽ വ്യവസ്ഥകൾ കൊണ്ടുവരാനുള്ള നീക്കമുണ്ടാകണമെന്നും യോഗത്തിൽ IDF തലവൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മനോരാജ്യത്തു നിന്ന് ഇറങ്ങി യാഥാർത്ഥ്യബോധത്തിലേക്ക് വരാനാണ് രാഷ്ട്രീയ നേതൃത്വത്തോട് ഇയാൾ ആവശ്യപ്പെടുന്നതെന്നാണ് പ്രതിരോധ വകുപ്പിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചത്. വസ്തുതകൾ മറച്ചുവെക്കാതെയാണ് IDF തലവൻ സംസാരിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു. വസ്തുതകൾ അങ്ങനെയൊക്കെയാണെങ്കിലും ഗസയിൽ കൂടുതൽ ശക്തമായ കരാക്രമണം നടത്തണമെന്ന ആശയത്തെ ഇയാൽ സമീർ പിന്തുണയ്ക്കുന്നുണ്ടെന്നാണ് IDF വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഹമാസിനെ തുരത്താൻ വേണ്ടി പലതരത്തിലുള്ള തന്ത്രങ്ങൾ പരീക്ഷിക്കണമെന്ന നിലപാടുകാരനാണ് അദ്ദേഹം. വെടിനിർത്തലിന് മുൻപ് അവിടെ സൈനിക സേവനത്തിൽ ഉണ്ടായിരുന്നവരുടെ നിർദ്ദേശങ്ങൾ ആരായണം. പ്രധാന മേഖലകൾ വളഞ്ഞ് ഹമാസിനെ ആക്രമിക്കണമെന്നുമാണ് IDF തലവൻ പറയുന്നത്. അതേസമയം ഗസയെ പൂർണ്ണമായി നിയന്ത്രണത്തിലാക്കാൻ നിലവിലെ സൈനിക ശക്തി കൊണ്ട് സാധ്യമല്ലെന്ന വിലയിരുത്തലും സൈന്യത്തിലുണ്ടെന്ന് അക്രോനോത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനൊരു പക്ഷേ മാസങ്ങളും വർഷങ്ങളും എടുക്കും. 10,000 കണക്കിന് റിസർവ് സൈനികരെ വീണ്ടും ഇറക്കേണ്ടി വരും. നിലവിൽ 60-70% കരസേനയിലെ റിസർവ് സൈനികരുടെ പങ്കാളിത്തം. ആക്രമണം കടുപ്പിച്ചാൽ ഇത് താഴോട്ടാവുകയല്ലാതെ അംഗസംഖ്യ കൂടാനിടയില്ലെന്ന വിലയിരുത്തലുകളുമുണ്ട്. മറുവശത്ത് ഹമാസ് പുനഃസംഘടിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഘത്തിന് കീഴിൽ ഇപ്പോഴും 20,000-ഓളം സജീവ പോരാളികളുണ്ടെന്നാണ് ഇസ്രായേൽ ഇന്റലിജൻസിന് കിട്ടിയ വിവരം. ഡ്രോണുകൾ വഴിയും അല്ലാതെയും ഇപ്പോഴും ഹമാസ് ആയുധങ്ങൾ കടത്തുന്നുണ്ടെന്ന സംശയവും ഇസ്രായേലിനുണ്ട്.